എങ്കിലും അതങ്ങനെയാണ്. ഭൂമി എന്നത് പലതവണ ക്രൂരനായി മാറാറുണ്ട്. അതെ, കാലചക്രം ഉരുളുമ്പോൾ നമ്മളെ ആസ്വദിപ്പിക്കുന്ന നാളുകൾ വളരെ പെട്ടെന്ന് കടന്നു പോകും. നമ്മളെ വേദനിപ്പിക്കുന്ന നാളുകൾ എന്താ പറയുക, ഭയങ്കര ദൈർഘ്യമായിരിക്കും അതിന്. ഒടുവിൽ ആ ദിനങ്ങൾ വന്നെത്തുകയാണ്, നമ്മളെ വേദനിപ്പിക്കുന്ന ദിനങ്ങൾ. ആ രണ്ട് മഹാ ഇതിഹാസങ്ങൾ അസ്തമിക്കുകയാണ്. അവരുടെ ഓർമ്മകൾ എന്നും ജീവിക്കുക തന്നെ ചെയ്യും. അതേടാ, അവർ വിടവാങ്ങുകയാണ്. എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾക്ക്, എത്രയോ എന്താ പറയുക, എത്രയോ പൈസ ഇല്ലാതെ അടിച്ച കട്ടൗട്ടുകൾക്ക്, എത്രയോ പൈസ ഇല്ലാതെ അടിച്ച ഫ്ലെക്സുകൾക്ക്, എത്രയോ ആനന്ദിപ്പിച്ച സന്തോഷിപ്പിച്ച രാത്രികൾക്ക്, എത്രയോ എന്താ പറയുക, നമ്മളെ വിസ്മയിപ്പിച്ച രാത്രികൾക്ക് എല്ലാം അർത്ഥം പകർന്ന്, എത്രയോ ഫാൻ ഫൈറ്റുകൾക്ക് എല്ലാം അർത്ഥം പകർന്ന് അവർ ഇരുവരും പടിയിറങ്ങുകയാണ്. അതെ, കുട്ടിക്കാലം മുതലേ മെസ്സി എന്നും റൊണാൾഡോ എന്നും ഫുട്ബോൾ എന്നാൽ മെസ്സി എന്നും റൊണാൾഡോ എന്നും വിളിച്ചു വളർന്ന നമുക്ക് അവരില്ലാത്ത കാലം എന്നും സങ്കല്പിക്കാൻ പോലും ആകില്ല. അതെ, പ്രിയപ്പെട്ട പോർച്ചുഗൽ ആരാധകരെ, പ്രിയപ്പെട്ട റൊണാൾഡോ ആരാധകരെ, 2022 മൊറോക്കോമായി തോറ്റ ആ മനുഷ്യൻ പുറത്തേക്ക് പോകുമ്പോൾ ഈ കപ്പിന് മെസ്സിക്ക് കിട്ടട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടില്ലേ? 2022 വിശ്വ കപ്പ് നേടുമ്പോൾ, ഈ 4 വർഷങ്ങൾ ഇപ്പുറം നമ്മൾ സഞ്ചരിച്ചു നിൽക്കുമ്പോൾ ഈ കപ്പിന് ആ മനുഷ്യന് ലഭിക്കട്ടെ എന്ന് പ്രിയപ്പെട്ട അർജന്റീന ആരാധകരെ, പ്രിയപ്പെട്ട മെസ്സി ആരാധകരെ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, ഒടുക്കം അവർ ഇരുവരും പടിയിറങ്ങുകയാണ്. ആ നല്ല നാളുകൾ ഇനി ഓർമ്മകൾ മാത്രം. പക്ഷേ ലിയോ റോണോ, നിങ്ങൾ പടിയിറങ്ങി കഴിഞ്ഞാലും നിങ്ങളുടെ ഓർമ്മകൾക്ക് മരണമില്ല. നിങ്ങളുടെ ഓർമ്മകൾ എന്നും ഫുട്ബോൾ ലോകത്ത് ജ്വലിച്ചു തന്നെ നിൽക്കും. നിങ്ങളുടെ ഓർമ്മകൾ എന്നും ഈ ഫുട്ബോൾ ലോകത്തിന്റെ മനസ്സിലുണ്ടാകും. അതെ, വി മിസ് യു ലിയോ ആൻഡ് റോണോ. കാലമേ, നിനക്കിനി പിറക്കുമോ ഇങ്ങനെ രണ്ട് ഇതിഹാസങ്ങൾ? കാലമിനി തപസ്സിരുന്നാലും അവരെ പോലെ രണ്ട് ഇതിഹാസങ്ങൾ സമ്മാനിക്കാനാകില്ല. ഫുൾ വീഡിയോ ഈ വീഡിയോയുടെ താഴെ ഉണ്ട്. അപ്പോൾ